ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ എള്ള് വെച്ചൊരു ലഡു ഉണ്ടാക്കിയാലോ. എള്ള് വെച്ച് ലഡുവോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എള്ള് വെച്ച് ലഡു ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അധികം ആർക്കും അറിയാത്ത ഒരു റെസിപ്പിയാണ്. നല്ല ഹെൽത്തിയാണ്, നല്ലൊരു സ്നാക്സാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ക്ലിക്ക് ചെയ്യുക. ഇനി എന്നാ പറയണ്ടേ, ഓക്കെ, സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് കാണുക. ഐ എം രമേഷ്. വെൽക്കം ടു You move slow and I move fast, and that's facts. Only I can make a change. Slowly take a step today. I will never be the same, 'cause that's what it takes. ആദ്യം ചട്ടി ചൂടാക്കുക. ശേഷം നമ്മൾ ഒരു കപ്പ് എള്ള് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയ എള്ളാണ്. നന്നായിട്ട് തന്നെ കഴുകണം കേട്ടോ. എന്നിട്ട് ആ ഒരു കപ്പ് എള്ള് നമ്മളിതിലേക്ക് ചേർക്കുവാണ്. അതേപോലെ തന്നെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി വിടണം. പിന്നെ ഇതിൻ്റെ ഒത്തിരി ചൂടാവല്ലേ, ഒത്തിരി ചൂടായി കരിക്കല്ല്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എള്ള് പൊട്ടുന്ന ഭാഗം, നല്ലൊരു സ്മെല്ല് വരുന്ന ഭാഗമാണ് ശരിക്കും അതിൻ്റെ വേവ് ഭാഗം. അതുവരെ ഈ എള്ള് നിർത്താതെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് ചൂടാവുമ്പോൾ ലോ ഫ്ലെയിം ആക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ഹൈ ഫ്ലെയിം ആക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പ്രധാനമായിട്ട് ഇത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഇത് കുറച്ചും കൂടെ തിളച്ച് ഒരു എള്ളിൻ്റെയൊക്കെ മണം വരും. അത്ര വരാതെ സൂക്ഷിച്ചാൽ മതി. കാരണം അത് കരിഞ്ഞു പോകുന്ന ലക്ഷണമാണ്. അല്ല, എള്ളിൻ്റെ മണവും ഇതുപോലെ പൊട്ടി വരുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ആക്കുക. കറക്റ്റ് പാകം എത്തിയെന്നാണ് ഇതിൻ്റെ അടയാളമാണ്. നല്ല ചൂടിലാ നിൽക്കണമെങ്കിൽ നമ്മളത് നേരെ നല്ല പ്ലെയിൻ പ്ലേറ്റിലേക്ക് മാറ്റുക. പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയാണ്. ചൂടാറെന്ന് വെച്ചാൽ അധികം ചൂടാറുണ്ട്, ഒരു മീഡിയം ലെവൽ കറക്റ്റ് ആ മിക്സിയിൽ അരയുന്ന ഒരു പാകത്തിന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. അല്ല, ആറ്റിയാൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ നല്ല രീതിയിൽ സ്പൂണൊക്കെ വെച്ച് നല്ല രീതിയിൽ വെതറിങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറും. സ്പൂൺ വെച്ചാക്കുമ്പോൾ കുറേ കാർട്ടൂൺ ഷേപ്പൊക്കെ വരുന്നുണ്ട്, ഇടയ്ക്ക് സ്മൈലൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് സ്മൈലൊക്കെ വന്ന് ഇതൊക്കെ മാറ്റി അതൊക്കെ മാറ്റി ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക. നല്ല ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. അത് തൊട്ട് നോക്കുമ്പോൾ ചൂട് കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ അതെടുത്തിട്ട് നേരെ മിക്സിക്കകത്തിട്ട് അരയ്ക്കാൻ നോക്കുക. ഓക്കെ, ഒത്തിരി അരക്കേണ്ട ഒരു 2 കറക്ക് ഇതുപോലെ ചെറിയ എള്ള് കിട്ടണമെങ്കിൽ നിങ്ങളുടെ താല്പര്യമാണ്. അഥവാ നിങ്ങൾക്ക് ഒത്തിരി അരഞ്ഞ് ഒരു സെറ്റപ്പ് ആക്കി കിട്ടണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം. ഞാൻ കുറച്ച് എള്ള് വേണം, അതായത് കടിക്കാൻ കുറച്ച് എള്ള് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അധികം അരയ്ക്കുന്നില്ല. അതേ പാത്രത്തിൽ തന്നെ എള്ള് പൊടിയും കുറച്ച് മാറ്റി വയ്ക്കുക. കറുത്ത എള്ള് തന്നെ വേണമെന്നില്ല, വെള്ള എള്ള് ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഇതേ സെറ്റപ്പിൽ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ നിലക്കടല ഈ ഗ്ലാസിൻ്റെ പകുതി, ഈ ഒരു ഗ്ലാസ് പകുതിയാണ് അതിൻ്റെ കാൽഭാഗം. ഓക്കെ, അതാണ് കണക്ക്. കാൽഭാഗം നിലക്കടല ഇതിലേക്ക് ഇടുവാണ്. നന്നായിട്ട് പൊടിയാക്കിയ ശേഷം അത് നന്നായിട്ട് പൊടിയാക്കാം. എള്ള് പകുതിയാണെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ പൊടിയാക്കുക. ആ രീതിയാണ് പാകം. എന്നിട്ട് ആ പൊടിച്ച ആ ഒരു കടല നേരെ എള്ളിൻ്റെ കൂടെ ചേർക്കുവാണേ. അഥവാ എള്ളും കടലയും ഒന്നിച്ചാണ് പൊടിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് പിള്ളേർക്ക് തന്നെ വിശ്വസിച്ച് കൊടുക്കാം. ഭാരം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഈ ഒരു എള്ളു വെച്ചുള്ള ലഡു ഏറ്റവും നല്ല കേട്ടോ. ശർക്കര, ഇത്രയും ശർക്കര ചേർക്കാം, നിങ്ങളുടെ താല്പര്യമാണ്. മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചേർക്കാം. അതുപോലെ നന്നായിട്ട് ശർക്കര തിരികെ ഇടുക. കരിപ്പെട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ശർക്കര ഇല്ലെങ്കിൽ കരിപ്പെട്ടി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ശർക്കര ഇല്ലെങ്കിൽ കൽക്കണ്ട പൊടിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ശർക്കര തിരിമാൻ മടിയാണെങ്കിൽ പോലും നമുക്ക് മിക്സിയിലകത്തിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിക്കാം. വളരെ കൂടെ തന്നെ ശർക്കരയും ചേർത്ത് അടിച്ചെടുക്കാം, നിങ്ങളുടെ താല്പര്യമാണ്. എങ്ങനെയാണെങ്കിലും ഡിഷ് സെറ്റാക്കിയാൽ മതി. അതിൽ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല, നിങ്ങളുടെ താല്പര്യമാണ്. എല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ എന്തെന്ന് വെച്ചാൽ ചെയ്യുക. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടിയും ചേർക്കുവാണ്. ഏലക്കപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർക്കാം. നിങ്ങളുടെ ആവശ്യം എത്രയോ അത്രയും ഏലക്കപ്പൊടി ചേർക്കാം. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ശർക്കര പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാം. അതിനുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കയ്യിൽ സ്പൂണൊക്കെയായിട്ട് നല്ല മിക്സാക്കാൻ കൈ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്ര പോരാന്ന് തോന്നിയിട്ട് രണ്ടാമത് നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര പൊടിച്ചില്ല, ചെറുതായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ വലിയ വലിയ ശർക്കര തുണ്ടുകളുണ്ട്, നമ്മൾ ഒന്നുകൂടെ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്, കാരണം എല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ എള്ളിൻ്റെ ലഡ്ഡു ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എള്ളിൻ്റെ ലഡ്ഡു പിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് തേങ്ങ അപ്ലൈ ചെയ്യണമെന്നില്ല, തേങ്ങ അപ്ലൈ ചെയ്യണമെന്നില്ല. നാച്ചുറലായിട്ട് തന്നെ എള്ളിൻ്റെ അകത്തും ആ ഒരു കടലയുടെ അകത്തും എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ നന്നായിട്ട് നല്ല രീതിയിൽ ഉണ്ട പിടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കുറച്ചാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ അളവ് അനുസരിച്ച് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 2 കപ്പ് എള്ളാണെങ്കിൽ 1 കപ്പ് കടല, അതാണ് അളവ്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് കപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിൻ്റെ പകുതി ആയിരിക്കണം നമ്മുടെ കടല, ആ രീതിയാണ്. ഇതൊരു മാജിക് പ്രോഡക്റ്റാണ്. അതായത് ദിവസം 2 വെച്ച് കഴിച്ചാൽ വണ്ണം കൂടും, ഒരെണ്ണം വെച്ച് കഴിക്കുകയാണെങ്കിൽ വണ്ണം കുറയും. അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു എള്ളിൻ്റെ ലഡ്ഡു. കാണാൻ ലുക്കില്ലെന്നുള്ളൂ, ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ്, ഹെവി ടേസ്റ്റാണ്. എന്തായാലും സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാം വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിച്ച് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുകയാണ്. ആദ്യം എൻ്റെ അനിയത്തി രമ്യയാണ് കഴിക്കുന്നത്. അവളെ നിർബന്ധിച്ച് നമ്മൾ കഴിപ്പിക്കുകയാണ്, കാരണം ഇത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശല്യം ചെയ്ത് അവസാനം അവളെ കൊണ്ട് ഇരുത്തി നമ്മൾ കഴിപ്പിക്കുകയാണ്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ നമുക്ക് അറിയണമല്ലോ. അതെല്ലാം അവർ കഴിക്കുമ്പോൾ അവൾ പറയണത് മണം കുഴപ്പമില്ല, കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്നാലും ഓക്കെ, കഴിക്കുന്നത് കുഴപ്പമില്ല. ഇതിൻ്റെയൊക്കെ വോയിസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. പുതിയ മൈക്ക് മേടിച്ചു, മൈക്ക് ചതിച്ചു ഗൈസ്, മൈക്ക് ചതിച്ചു. നമ്മളതിൻ്റെ ഒരു കണക്ഷൻ ഓൺ ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് നമ്മൾ വോയിസ് മൊത്തം വെറുതെ ആയി. എന്തായാലും ഇതിനകത്ത് വൃത്തിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബിക്കോസ് അതിനകത്ത് നല്ല ഹെവി ആയിട്ടുള്ള എള്ളിൻ്റെ മണവും ആ ഒരു കടലയുടെ മണവും പിന്നെ ഒരു ലഡ്ഡുവിൻ്റെ ഒരു ചെറുതായിട്ടൊരു നെയ്യിൻ്റെ മണമുണ്ട്. പക്ഷെ നമ്മൾ നെയ്യ് ആഡ് ചെയ്തിട്ടില്ല. അത് കഴിച്ച് നോക്കുമ്പോഴേ നല്ല ഹെവി മണം. ഈ ലഡ്ഡു നോർമൽ ലഡ്ഡുവിൻ്റെ ടേസ്റ്റും ഹെവി ആയിട്ട് എള്ളിൻ്റെ ടേസ്റ്റുമാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് കഴിക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. എത്ര ലഡ്ഡു വേണമെങ്കിൽ കഴിക്കാം. ഡയറ്റൊക്കെ ഇരിക്കുന്നവർക്ക് ലഡ്ഡുവിൻ്റെ അളവ് അനുസരിച്ച് ഇതുപോലെ കഴിക്കാൻ കേട്ടോ. എള്ളെന്ന് പറഞ്ഞാൽ നല്ല ഔഷധമാണ്, നല്ല ആരോഗ്യപ്രദമായിട്ട് കാര്യങ്ങളാണ്. കഷായത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്, നിസ്സാരമായിട്ട് കരുത്തണ്ട. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് വെച്ചാണ് നമ്മൾ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഡ്ഡു നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത്. നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള പല ഫുഡും തപ്പി നടക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഫുഡ് പരീക്ഷിച്ച് നമ്മൾ തന്നെ കഴിച്ച് നമ്മൾ തന്നെ റിവ്യൂ പറയുന്നുണ്ട്. ഒരു 5 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ലഡ്ഡു ആണ്. എന്തായാലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുക. പിന്നെ അതിൻ്റെ അളവും അതിൻ്റെ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. എന്തായാലും ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ ഓളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് എത്ര ലഡ്ഡു ഉണ്ടെന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്ക്, എൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് കുഞ്ഞു പിള്ളേരെ പോലെ ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നേ കണ്ടോ. പിരമിഡ് ഉണ്ടാക്കി, പിന്നെ ഒരു പാവയുണ്ടാക്കി, കുറേ സാധനങ്ങൾ ലഡ്ഡു വെച്ച് തന്നെ കുറേ ഐറ്റംസ് ഉണ്ടാക്കി. പക്ഷേ ഇത് ഉണ്ടാക്കാൻ മാത്രം കഴിക്കാനുള്ള ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യുക, പറഞ്ഞ പോലെ എല്ലാം തന്നെ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.